അങ്ങനെ പിണറായി മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മന്ത്രിസ്ഥാനങ്ങൾ രാജിവെച്ചു. ഇരുവർക്കും പകരമായി കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് മന്ത്രിമാരാകാൻ വരുന്നത്. മുൻധാരണ പ്രകാരമാണ് രാജിയെന്നും ചാരിതാർത്ഥ്യത്തോടെയാണ് പടിയിറക്കമെന്നും ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും പ്രതികരിച്ചു. പുനഃസംഘടന സംബന്ധിച്ച് LDFന്റെ യോഗം ചേരുകയാണ്. പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ുള്ള ഒരു പ്രത്യേക സമ്മാനം എന്ന നിലക്ക് തന്നെയാണ് അടുത്ത മുന്നണി ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. അത് ആത്മാർത്ഥതയോടുകൂടി തന്നെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഏതായാലും മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ വലിയ പിന്തുണ ലഭിച്ചത് കൊണ്ടാണ് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു MLA എന്ന നിലക്ക് കോഴിക്കോട്ട് സൗത്ത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സജീവമായി മണ്ഡലത്തിലുണ്ടാകും. അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലക്ക് സംസ്ഥാന തലത്തിലും പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാകും എന്നാണ് അറിയിക്കാനുള്ളത്. വലിയ രീതിയിലുള്ള പിന്തുണയാണ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നുണ്ടായിട്ടുള്ളത്. തുടർന്നും നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അഹമ്മദ് ദേവർകോവിലിന്റെ തത്സമയ പ്രതികരണമാണ് കേട്ടത്. തുടർന്നും MLA എന്ന നിലയിൽ സജീവമായി തന്നെ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് ഗണേഷ് കുമാർ. തീർച്ചയായിട്ടും വീണ്ടും മന്ത്രിയാക്കാൻ LDF തീരുമാനിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ച് ദയവേത് ഉപദ്രവിക്കരുത്. കാരണം ഞാനൊന്നിനുള്ള ആളല്ല. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും. അറിയില്ല, അദ്ദേഹം അത് പറഞ്ഞില്ല. വലിയ വെല്ലുവിളികൾ തന്നെയല്ലേ? കാരണം അന്ന് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത 2001 പിന്നെ അതിനുശേഷമുള്ള ഒരു സ്ഥിതിയൊക്കെ മാറിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് കാണുന്നത്? ഗതാഗത വകുപ്പാണെങ്കിൽ ആണ്, അദ്ദേഹം അത് പറഞ്ഞില്ല. അത് പറയുകയാണെങ്കിൽ ഗതാഗത വകുപ്പാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. പക്ഷേ എങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. അദ്ദേഹം വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് വിശദമായി നിങ്ങളത് പറയാം. പിന്നെ പഠിക്കേണ്ടതുണ്ട്, ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളൊക്കെ ഒരു മോശം സ്ഥിതിയിലാണ്. പിന്നെ തൊഴിലാളികളുടെ ഒരു സഹകരണം ആവശ്യമുണ്ട്. നന്നാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതാണെങ്കിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ പക്ക നന്നാക്കി ലാഭത്തിലാക്കാനൊന്നുമുള്ള മണ്ടത്തരം പറയത്തില്ല. അതിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ നിലയിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ശമ്പളവും പെൻഷനില്ല, സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് ആ സ്ഥിതി മാറ്റിയെടുക്കാൻ കഴിയും. കുറെയെങ്കിലും മാറ്റാൻ പറ്റും. കാരണം പൂർണ്ണമായി എങ്ങനെ മാറ്റുന്നില്ല. അതിനകത്ത് പ്രതീക്ഷയോടെ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു എന്നാണ് നമുക്ക്